ലിക്കർ പോളിസിയിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാം. ഡ്രൈ ഡേ എടുത്തു മാറ്റാം, അങ്ങനെ പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾക്കുള്ള ബെനിഫിറ്റ്. ക്വിഡ് പ്രോ കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കുന്നു, നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ് കിട്ടുന്നു. ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഇട്ട വോയിസ് മെസ്സേജിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ വേറെ എന്തൊക്കെയോ ആണ് ഇവർ തടഞ്ഞ് നടക്കുന്നത്. പോലീസിനോട് ഇത് എന്ത് പറ്റി എന്ന് മാത്രം. കേരള പോലീസ് ഇങ്ങനെയല്ലായിരുന്നു. കേരള പോലീസ് മിടുക്കന്മാരായിട്ടുള്ള ഓഫീസേഴ്സ് ഉള്ള പോലീസാണ്. എനിക്ക് തോന്നുന്നില്ല പോലീസിൻ്റെ ഒരു ഡയറക്ഷനാണെന്ന് തോന്നുന്നു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ഇത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ പൊളിറ്റിക്കൽ ബോസസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ഇന്ന് വരുന്ന ന്യൂസ് മുഴുവനും. അർജുനോട് വെള്ളിയാഴ്ച ഹാജരാവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർജുൻ ഹാജരാകുമോ? ഇല്ല, എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും ചോദിക്കാമല്ലോ. നമ്മൾ ഓപ്പൺ ബുക്കാണ്. എനിക്കറിയാവുന്ന എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മേഡം ഈ ഗ്രൂപ്പിനകത്തില്ല, മേഡത്തിനെ വിളിച്ചാൽ എന്ത് ചെയ്യും? അത് തന്നെ ഞാനും ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഗ്രൂപ്പിലില്ല. എനിക്ക് വിവരമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഒരു പർട്ടിക്കുലർ ഒറ്റ ഒരു മോട്ടീവേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട്. ഇന്ന് സർക്കാർ വന്ന് പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ 20 ലോക്സഭാ സീറ്റിൽ 18 UDF ജയിച്ചപ്പോൾ BJPക്കൊന്നും അതിലും പിന്നെ താഴെയാണ് CPMൻ്റെ അവസ്ഥ. ഇന്ന് സർക്കാർ വന്ന് പെട്ടിരിക്കുന്ന 8 വർഷം കൊണ്ട് ഈ കേരളം കട്ടുമുടിച്ച ഈ സർക്കാർ 1.5 ലക്ഷം കോടി ആയിരുന്ന ഇവിടുത്തെ പൊതുക്കടം 4 ലക്ഷം കോടിയുടെ മേളിലായി ഇരിക്കുകയാണ്. ഈ 8 കൊല്ലം കൊണ്ട് 65 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം കോടിയായെങ്കിൽ ഇന്നിപ്പം 8 കൊല്ലം കൊണ്ട് 3 ഇരട്ടി കൂടുതൽ 4.5 ലക്ഷം കോടിയായി എത്തിയിരിക്കുന്ന ഈ സർക്കാർ അവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കഥകളായിട്ട് പ്രചരിച്ചോട്ടെ. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ജനം ഇവിടെ ഈ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറയുന്ന പർട്ടിക്കുലർ ഇഷ്യൂയെക്കുറിച്ച് ഈ 2.5 ലക്ഷം രൂപ വെച്ച് എല്ലാ ബാറുകളിൽ നിന്ന് പിരിച്ചോ ഇല്ലയോ, ആ പിരിച്ച പൈസ ആരാണ് പിരിച്ചത്, അതിൻ്റെ മണി ട്രെയിൽ ഇത് ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ട്, അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേഷൻ എടുക്കേണ്ടത്. അതൊരു കറപ്ഷൻ്റെ ഒരു കേസല്ലേ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പുറത്ത് അതിൻ്റെ അകത്തൊരു നടപടി എടുക്കണ്ട. അതെടുക്കാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞു നടന്നോട്ടെ. എന്നെ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ അതിനുള്ള മറുപടി പറയും. അതിന് എനിക്ക് അറിയാവുന്ന കാര്യം അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ല എന്നും പറയും. അർജുനുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും നമ്പറുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടോ? താങ്കൾ അല്ലാന്ന് പറയുമ്പോൾ താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കൂ. ആ ഗ്രൂപ്പിലുള്ള എത്രയോ നമ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ആ നമ്പറുകളുടെ ടവർ ലൊക്കേഷൻ നോക്കൂ. അത് രണ്ടും സെയിം ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ അറിയാമല്ലോ. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ മെമ്പറല്ല. ഞാൻ ആ വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൻ്റെ അകത്ത് കേട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും കേട്ട പോലെ തന്നെ ഞാനും TV-യിൽ കേട്ട ഒരു വോയിസ് മെസ്സേജാണ്. അല്ല, ഹാജരാവോ ഇല്ലേ എന്നുള്ള അത് ഒരു കാര്യം. ഈ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്ന ഒരു റെസ്പോൺസിബിൾ സിറ്റിസണാണ്. പിന്നെ നിയമ നടപടി അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നടപടി? ഞാൻ പൈസ മേടിച്ച് പോക്കറ്റിൽ ഇട്ടവരെ എതിരെ നടപടി എടുക്കുന്നതിന് വരെ എനിക്കെതിരെ എന്ത് നിയമ നടപടിയാണ്? ധൈര്യമുണ്ട് എടുക്കട്ടെ. എന്ത് നിയമ നടപടി? ഞാൻ എന്ത് നിയമം തെറ്റിച്ചെന്ന് പറയട്ടെ. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് അതിനുള്ള മറുപടി കൊടുക്കാം.